ഇന്ന് നമുക്ക് വെബ്സൈറ്റുകൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് എക്കണോമിക് ടൈംസ് എന്നുള്ളത് ന്യൂസ് പേപ്പറിന്റെ അതിന്റെ തന്നെ വെബ്സൈറ്റ് ആണ്. അതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് പേജിൽ തന്നെ, ഹോം പേജിൽ തന്നെ ന്യൂസുകൾ വരും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതിലുണ്ട് ഇൻഡസ്ട്രി എന്നുള്ളത് ഓപ്ഷൻ എടുത്താൽ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്ടോറിയൽ ന്യൂസുകൾ വരും. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടു വീലേഴ്സ്, ഓട്ടോ ന്യൂസ്. അപ്പൊ അതില് ഓട്ടോ സെക്ടർ റിലേറ്റഡ് ന്യൂസുകൾ വരും. അപ്പൊ ഇങ്ങനെ ന്യൂസുകൾ നമ്മൾ വായിക്കുമ്പോൾ ബിഗിനേഴ്സിന് ആ സെക്ടറിലുള്ള കമ്പനികൾ ഏതെന്നും ആ സെക്ടറിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ന്യൂസുകൾ ഏതെന്നും നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരു ബിഗിനർക്ക് എപ്പോഴും എന്തൊക്കെയാണ് വായിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടായില്ല. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സെക്ടറുകളാണ്, ഓരോ സെക്ടറിലുള്ള കമ്പനികൾ ഏതാണ്, ഓരോ സെക്ടറിലുള്ള ന്യൂസുകൾ വരുന്നത് ഏതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ബാങ്കിങ് എടുത്തു ഉണ്ടോ, ഇതില് ബാങ്കുകൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇതില് SBIയുടെ ന്യൂസാണ്, അങ്ങനത്തെ കാര്യങ്ങള് ന്യൂസുകൾ വരും. ഇതിൻ്റെതായ ഓരോ ക്ലാരിഫിക്കേഷൻസും അങ്ങനത്തെ RBI റിലേറ്റഡ് ന്യൂസുകൾ, അങ്ങനത്തെ ന്യൂസുകളുണ്ട്. പിന്നെ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ, മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ. അപ്പൊ അതില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇതാണ് ഫസ്റ്റ് വെബ്സൈറ്റ്. ഹോം പേജിൽ നമുക്ക് സാധാരണ വരുന്ന എല്ലാ ന്യൂസുകളും, എക്കണോമി റിലേറ്റഡ് ന്യൂസുകളും ബാക്കി എല്ലാ ന്യൂസുകളും. ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് റിലേറ്റഡ് ന്യൂസുകളും ഇൻഡസ്ട്രി വൈസും അങ്ങനെ എല്ലാ ന്യൂസുകളും നമ്മൾ. ഇനി സെക്കൻഡ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണി കൺട്രോൾ ആണ്. മണി കൺട്രോളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നേരത്തെ, ഓൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഇതാണ് ഹോം പേജ്. ഹോം പേജിൽ ഇപ്പോൾ നടക്കുന്ന ലൈവ് മാർക്കറ്റിലുള്ള കാര്യങ്ങൾ, പഠനത്ത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് മൂവ് ചെയ്തത്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഡ്രോപ്പ് ചെയ്തത്, കറക്ഷൻ നടന്നത്, ഇങ്ങനെയുള്ള എല്ലാ ന്യൂസുകളും വരും. പിന്നെ ഇപ്പൊ അടുത്ത് വരാൻ പോണ ന്യൂസുകളും, പിന്നെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ, ഓരോ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹോം പേജിൽ വരുന്നത്. മാർക്കറ്റ് ഓൾ സ്റ്റാറ്റ്സ്, ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്. ഇന്ന് ഏറ്റവും അധികം അപ്സൈഡ് പോയ സ്റ്റോക്കുകളാണ് ടോപ്പ് ഗെയിനേഴ്സ്. പിന്നെ ടോപ്പ് ലൂസേഴ്സ്, ഓൺലി ബയേഴ്സ്, ഓൺലി സെല്ലേഴ്സ്. ഓൺലി ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതില് ആരും സെല്ല് ചെയ്യാനില്ല, അതായത് അത്രയധികം ഡിമാൻഡ് ഉള്ള കാരണം ആരും സെല്ല് ചെയ്യണില്ല, എല്ലാവരും ഹോൾഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾക്ക് ഈ സ്റ്റോക്കുകൾ, ഓൺലി ബയേഴ്സ് എന്നുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങാനിട്ടാലും സെല്ലേഴ്സ് അവൈലബിൾ അല്ലാത്ത കാരണം നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇതുപോലെ തന്നെ അതിന്റെ ലോവർ സർക്യൂട്ട് എന്നൊക്കെ പേര് പറയും. ഓൺലി സെല്ലേഴ്സ് എന്ന് പറഞ്ഞാല് ലോവർ സർക്യൂട്ട്, അപ്പർ സർക്യൂട്ട്. ഓൺലി ബയേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പർ സർക്യൂട്ട്. പിന്നെ ഓൺലി സെല്ലേഴ്സ് എന്ന് പറഞ്ഞാല് ഇതില് ബയേഴ്സ് അവൈലബിൾ അല്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ വിചാരിച്ചാൽ നമുക്കിപ്പോ ഈ സ്റ്റോക്കുകൾ ഇന്ന് സെല്ല് ചെയ്യാൻ പറ്റില്ല, കാരണം ബയേഴ്സ് ആർ നോട്ട് അവൈലബിൾ. അപ്പൊ ഇതിന് ലോവർ സർക്യൂട്ട് എന്ന് പറയും, ഓൺലി ബയേഴ്സിന് അപ്പർ സർക്യൂട്ട് എന്ന് പറയും. അതായത് ബയേഴ്സും സെല്ലേഴ്സും അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളതാണ്. പിന്നെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്സ്, വോളിയം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട്. പിന്നെ ഇൻട്രാഡേയില് ലാർജ് ഡീൽസ്, ഏറ്റവും കൂടുതൽ ലാർജ് ഡീൽസ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ 52 വീക്ക് ഹൈ, 52 വീക്ക് ലോ എന്ന് പറഞ്ഞില്ലേ, അത് 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 1 ഇയർ ഹൈ. 1 ഇയർ ഹൈ ടച്ച് ചെയ്തത് സ്റ്റോക്കുകൾ, 1 ഇയർ ലോ ടച്ച് ചെയ്ത സ്റ്റോക്കുകൾ. പിന്നെ പ്രൈസ് ഷോക്കേഴ്സ്, അതായത് വളരെ കൂടുതൽ പെർസെൻറ്റേജ് മൂവ് ചെയ്തത്. പിന്നെ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്ത സ്റ്റോക്കുകൾ കമ്പയർ ടു പ്രീവിയസ് ഡേയ്സ് വോളിയം, മോർ വോളിയം ട്രേഡ് ചെയ്ത സ്റ്റോക്കേഴ്സ്, വോളിയം സ്റ്റോക്കേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിൽ നേരത്തെ കാണിച്ച പോലെ അവർലി ഗെയിനേഴ്സ്, അവർലി ലൂസേഴ്സ്, പിന്നെ വോളിയം സ്റ്റോക്കേഴ്സ്, ഇതൊക്കെ വരും. പിന്നെ ഇൻഡെക്സ്, ഞാൻ അന്ന് പറഞ്ഞല്ലോ ഇൻഡെക്സ്
ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ സെക്ടർ ക്ലാസിഫിക്കേഷൻ PSCയിലുള്ള ഏതെങ്കിലും സെക്ടറുകൾ റിലേറ്റഡ് ഒരു ന്യൂസ് വരുമ്പോൾ നമുക്ക് ആ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ഏതാ ട്രേഡ് ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പൊ എക്സാമ്പിൾ ക്യാപിറ്റൽ ഗുഡിൽ നമ്മുടെ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ആ ന്യൂസുകൾ വരുമ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലും ഒന്നുകൂടി മോർ സ്പെസിഫിക്കേഷൻ. അതുപോലെ തന്നെ ഫുട്വെയർ, FMCG, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതും എല്ലാനും നോക്കി ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കി ഡെയിലി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഓവറോൾ ഡാറ്റയും എല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെയുള്ള വേറൊരു സൈറ്റാണ് ബിസിനസ് സ്റ്റാൻഡേർഡ്. അതായത് നമ്മൾക്ക് വായിക്കാറുള്ള ന്യൂസ് പേപ്പേഴ്സിന്റെ തന്നെയാണ് വെബ്സൈറ്റുകളാണത്. ബിസിനസ് സ്റ്റാൻഡേർഡിലും ഇതുപോലെയുള്ള ന്യൂസുകൾ, ചില ന്യൂസുകൾ ആദ്യം ബിസിനസ് സ്റ്റാൻഡേർഡിലാണ് ആദ്യം ചിലത് ആദ്യം എക്കണോമിക് ടൈംസിൽ, ചിലത് കോമൺ ന്യൂസുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജില് ഈ ഓരോ വെബ്സൈറ്റ് നോക്കാൻ വേണ്ടി കുറെ ടൈം എടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു 5 minutes ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഇതൊക്കെയാണ് ഈ ന്യൂസ് ചാനലുകൾ. പിന്നെ വേറെ ഉള്ളത് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതിന്റെ വരും. പിന്നെ ഓരോ സ്റ്റോക്കുകളുടെ എക്സ്പ്ലനേഷൻ, ഓരോ സ്റ്റോക്കുകൾ എന്തുകൊണ്ടാണ് അപ്സൈഡ് പോയത് അല്ലെങ്കിൽ ഡൗൺ സൈഡ് പോയത്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരും. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള വെബ്സൈറ്റിൽ ഇന്നത്തെ എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയി ഡൗൺ സൈഡ് പോയപ്പോ ഇതിന്റെ റീസൺ ഒക്കെ നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സെയിം ന്യൂസ് വരുമ്പോ എവിടെയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സ്റ്റോക്ക് അപ്പ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ പോകുന്നത് എന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. ഹിന്ദു ബിസിനസ് ലൈൻ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണത്. ഇതില് നമ്മള് ഇതാണ് ഹോം പേജ്. പിന്നെ ഇതിന് കണ്ടോ കമ്പനീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പനീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇന്ന് സ്പെസിഫിക് കമ്പനികളുടെ ന്യൂസുകൾ നമുക്ക് കാണാം. അപ്പോ അത് വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഇപ്പൊ ഈ അൾട്രാടെക് സിമെന്റിൽ ഉണ്ടായ ന്യൂസ്, അല്ലെങ്കിൽ അദാനി അതിലുണ്ടായ ന്യൂസുകൾ, അപ്പൊ ഇങ്ങനത്തെയൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഒരു കമ്പനി വൈസ് ന്യൂസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു പർട്ടിക്കുലർ കമ്പനികളുടെ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകൾ നമുക്ക് ഇതിൽ വായിക്കാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമ്മള് മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾക്ക് ഇന്ത്യ ഈസ് നോട്ട് ഐസൊലേറ്റഡ്. അപ്പൊ ഇന്ത്യക്ക് ഇപ്പോഴും നമ്മളൊരു നമ്മള് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഗ്ലോബൽ മാർക്കറ്റും ഫോളോ ചെയ്യാം. മറ്റുള്ള മാർക്കറ്റുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇന്ത്യയിലത്തെ കണ്ടീഷൻ ഡൊമസ്റ്റിക് കണ്ടീഷൻ ഗുഡ് ആയാൽ പോലും ഗ്ലോബലി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിനെയും അത് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും ഒരു ഇന്ത്യൻ മാർക്കറ്റിന് മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റിനെയും ഫോളോ ചെയ്യും. അപ്പൊ ഗ്ലോബൽ മാർക്കറ്റിനെ ഫോളോ ചെയ്യാനുള്ള ഒരു സൈറ്റിന്റെ മെയിൻ സൈറ്റാണ് www.investing.com. അപ്പൊ investing.com കണ്ട ഇത് ഇന്നത്തെ മെയിൻ ന്യൂസ് ആണ്. ഏഷ്യൻ സ്റ്റോക്സ് ഫോളോസ് തൈവാൻ. ഇത് ഇന്നലെ രാത്രി വന്ന ന്യൂസ് ആണ്. അപ്പൊ ഇത് ന്യൂസ് കാരണം കൊണ്ട് മറ്റുള്ള സ്റ്റോക്ക് ഇൻഡിസസ് ഒക്കെ ഡൗൺ ആണ്. അപ്പൊ ആ ന്യൂസ് അങ്ങനത്തെ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഗ്ലോബൽ ന്യൂസുകൾ കിട്ടാൻ വേണ്ടിട്ട് ഇനി നമുക്ക് ഇവിടെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഫോളോ ചെയ്യാൻ ഇവിടെ ഇൻഡിസസ്, മേജർ ഇൻഡിസസ്. ഇതിൽ കണ്ട് ഇതിലെല്ലാ ഗ്ലോബൽ ഇൻഡിസസും കാണിക്കും. ഇത് നമുക്കറിയാം ഡൗ ജോൺസും നസ്ഡാക്കും ഇതൊക്കെ US മാർക്കറ്റിന്റെ ഇൻഡിസസ്. അപ്പൊ നമ്മള് തലേ ദിവസം കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് കിടന്നുറങ്ങും ആ സമയത്താണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ നൈറ്റ് ടൈമിലാണ് ഇത് അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഏതാണ്ട് അമേരിക്കൻ മാർക്കറ്റ് എങ്ങനെയാ പെർഫോം ചെയ്തതിനനുസരിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ഡേ നമ്മുടെ മാർക്കറ്റ് മിക്കവാറും ഫോളോ ചെയ്യും. ചില ദിവസങ്ങളിൽ നമ്മൾ ആരെയും ഫോളോ ചെയ്യില്ല, അല്ലെങ്കിൽ മിക്കവാറും ദിവസം അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന മാർക്കറ്റില് ഒന്ന് US മാർക്കറ്റ്, ഏതെങ്കിലും ഒരു ഡൗ ജോൺസ് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഉള്ളത് നമ്മുടെ ഡാക്സ് എന്ന് പറയുന്നത് ജർമ്മൻ മാർക്കറ്റാണ്.
യൂറോപ്യൻ മാർക്കറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന മാർക്കറ്റുകൾ ഒന്ന് ഡാക്സ് ജർമ്മൻ, ഇത് ഫുട്സെ ബ്രിട്ടന്റെ മാർക്കറ്റാണ്, ഇത് ഫ്രാൻസിന്റെ മാർക്കറ്റ്. അപ്പൊ ഈ 3 ഇൻഡിസസും ഡാക്സ്, ഫുട്സെ ആൻഡ് ക്യാക്, ഈ 3 മാർക്കറ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ, അതായത് രാവിലെ 9:15 ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഹാങ്സെങ്, അതായത് ഹോങ്കോങ്ങിന്റെ മാർക്കറ്റ്. ഹോങ്കോങ്ങിന്റെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് അതിനനുസരിച്ച് നമ്മൾ മിക്കവാറും ഹാങ്സെങ്ങിനെ ഫോളോ ചെയ്യാറുണ്ട്. ആദ്യം ഇപ്പൊ നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിൽ 2-3 മണിക്കൂർ തന്നെ ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഇതൊക്കെ ഓപ്പൺ ചെയ്യും. കഴിഞ്ഞ് ഒരു 10 മണി 11 മണിയൊക്കെ 1 മണിയൊക്കെ ആകുമ്പോഴാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുക. അപ്പൊ അതിനുശേഷം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റിന് ഓപ്പൺ ചെയ്യും. അപ്പൊ കാലത്ത് ഹാങ്സെങ്, പിന്നെ ഇത് ചൈനയുടെ മാർക്കറ്റാണ് ഷങ്കായും. ഈ ഷങ്കായ് എന്നുള്ള മാർക്കറ്റും ഈ ചൈന A50 എന്നുള്ള മാർക്കറ്റും ഒക്കെ ചൈനയുടെ മാർക്കറ്റാണ്. പിന്നെ ഇത് നിക്കൈ, ഇത് ജപ്പാൻ മാർക്കറ്റ്. അപ്പൊ ഇതും നമ്മൾ ജസ്റ്റ് നോക്കാറുണ്ട്. അതിനുശേഷം പിന്നെ ഇത് കോസ്പി എന്നുള്ളത് കൊറിയൻ മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റുകളും നമ്മള് ഒരു ഓൾമോസ്റ്റ് പാറ്റ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു സൈറ്റ് ഇൻവെസ്റ്റിംഗ് ഡോട്ട്. ഇതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള വേറെ ന്യൂസ് ചാനൽസ് ആണ് ബ്ലൂംബർഗ്. ഇത് ബ്ലൂംബർഗ് ന്യൂസ് ചാനലിൽ നമുക്ക് ഗ്ലോബൽ ന്യൂസുകളും മറ്റുള്ള മാർക്കറ്റുകളും അറിയാം. പിന്നെ ഇവിടെ വേറൊരു ഇതുള്ളത് CNN മണി എന്നുള്ള ഒരു ന്യൂസ് ചാനലാണ്. അപ്പൊ അതും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഫോളോ ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇനി നമ്മള് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് നിഫ്റ്റി ഫോളോ ചെയ്യണ പോലെ തന്നെ ഓരോ സെക്ടോറിയൽ ഇൻഡിസസ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളെ നിഫ്റ്റി എന്ന് പറയുന്നത് ഓവറോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇൻഡിസസ് ആണെങ്കിൽ ഓരോ സെക്ടറിനും ഇൻഡിസസ്. അപ്പൊ അത് നമുക്ക് ഫോളോ ചെയ്താൽ നമുക്ക് ആ സെക്ടറിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ചാർട്ടൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് നമുക്ക് NSE ഗൂഗിളിൽ അടിച്ചാൽ മതി, സെക്ടോറിയൽ ഇൻഡിസസ് NSE എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പേജ് വരും. അതല്ലെങ്കിൽ ഇങ്ങനെ വരും. ഇതിൽ കണ്ടോ, ഇത് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ്. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ ഉള്ള പാർട്ടിസിപ്പൻസും അവരുടെ പെർഫോമൻസും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടി. ഇതിലുള്ള ഈ ഇൻഡെക്സിലുള്ള കമ്പനീസും അവരുടെ കാര്യങ്ങളൊക്കെ. ഇതുപോലെ എല്ലാ ഇൻഡിസസും ഉണ്ട്, എല്ലാ സെക്ടോറിയൽ ഇൻഡിസസും ഉണ്ട്. അത് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. ഇപ്പോ ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിന് കിട്ടും. ഇതിലുള്ള ഡിഫറെന്റ് സെക്ടോറിയൽ ഇൻഡിസസ് ആണ് ഇത് അറിയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇനിയിപ്പോ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ മാർക്കറ്റ് ഡാറ്റ ഉള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാല് ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇത് അറിയാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയും ഇൻഡിസസും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്